പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. പണ്ടിവിടെ വയലുണ്ടാർന്നേ, വയൽ മൊത്തം കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. പണ്ടിവിടെ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിചിരി പറയാൻ ചങ്ങാതികൾ നൂറുണ്ടാർന്നേ. പണ്ടിവിടെ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർ, മൂട്ടിൽ കളിചിരി പറയാൻ ചങ്ങാതികൾ നൂറുണ്ടാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. ഒരു വീട്ടിലടപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ, ഒരു കണ്ണു നിറഞ്ഞു കലഞ്ഞാൽ ഓടി വരാനായി പലരുണ്ടാർന്നേ. ഒരു വീട്ടിലടപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ, ഒരു കണ്ണു നിറഞ്ഞു കലഞ്ഞാൽ ഓടി വരാനായി പലരുണ്ടാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. പണ്ടിവിടെ മതിലില്ലാർന്നേ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട വരി. പണ്ടിവിടെ മതിലില്ലാർന്നേ, നടവഴി ഇടവഴി നൂറുണ്ടാർന്നേ. പണ്ടിവിടെ മതിലില്ലാർന്നേ, നടവഴി ഇടവഴി നൂറുണ്ടാർന്നേ. 4 മണിപ്പൂവുണ്ടാർന്നേ, നല്ലോർ ചൊല്ലിന് വിലയുണ്ടാർന്നേ. 4 മണിപ്പൂവുണ്ടാർന്നേ, നല്ലോർ ചൊല്ലിന് വിലയുണ്ടാർന്നേ. ആ വരികളിലൊക്കെ ഒളിഞ്ഞു കിടക്കുന്നത് ഏതോ നല്ല ക്ലാസ്സിൽ പഠിച്ച് നല്ല കവിത എഴുതിയ അദ്ദേഹത്തിന്റെ ഭാവനയിൽ വിരിഞ്ഞ അത്തരം വരികളൊക്കെ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. അതാണ്. അത് കേൾക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് അതൊക്കെ നഷ്ടമാണ്. ഗുരുവിന്റെ മുഖത്തു നിന്നാണ് എന്താ പറയണത്, ശിഷ്യന്മാർ പഠിക്കണത്. നമ്മൾ ആ ക്ലാസ്സിലേക്ക് ചെല്ലുന്നതും നമ്മളെ വിളിക്കണതും 2 എണ്ണം തല്ലണതും, പാരന്റ്സിനെ വിളിക്കുമ്പോൾ പാരന്റ്സ് പറയും 2 അല്ല 4 എണ്ണം കൊടുത്തു എന്ന് പറയുന്നതൊക്കെ ആ കാലഘട്ടത്തിലായിരുന്നു. പക്ഷെ എങ്കിലും നമ്മളെ ചെറുതായിട്ടൊക്കെ ശിക്ഷിച്ച് ആ SLC ഒക്കെ നമ്മൾ പാസ്സാകാൻ വേണ്ടി അവർ പ്രയത്നിച്ചൊരു കാലം. അതൊക്കെ മാറി വിരൽത്തുമ്പിലായി മാറിക്കഴിഞ്ഞു. പഠനവുമെല്ലാം വിരൽത്തുമ്പിലായി മാറുന്നു എല്ലാം. ആ വിരലിന്റെ സ്പർശനത്തിലാണ് ഇപ്പൊ എല്ലാം നടക്കുന്നത്. വിവര സാങ്കേതിക വിദ്യയുടെ വിരൽത്തുമ്പിൽ ലോകം തൂങ്ങി നിന്നാടുകയാണ്. നമ്മൾ അതിന്റെ പുറകെ ഓടുകയാണ്. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പലതും നഷ്ടപ്പെടുത്തിയത് ഇത്തരം യന്ത്രത്തിന്റെ അല്ലെങ്കിൽ ഇത്തരം യുഗത്തിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോഴാണ്. പക്ഷെ അങ്ങനെ അതൊക്കെ ചിന്ത വരാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും നമുക്കൊരിക്കലും നമ്മുടെ ഈ സുഹൃത്ത് ബന്ധങ്ങളും പഴയകാല ഓർമ്മകളും സ്നേഹവും ഒന്നും മറക്കാൻ കഴിയില്ല.